നിങ്ങൾ കാണേണ്ട വിചിത്രമായിട്ടുള്ള കാര്യം, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നഗ്നമായ ഉദാഹരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ വന്നിരിക്കുന്നത്. കാരണം മല്ലികാർജ്ജുന ഖാർഗെ പ്രസംഗിച്ച് പത്രസമ്മേളനം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് വന്നു. അത് അവിടെ വെച്ച് തന്നെ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ടെററിസ്റ്റ് എന്ന് പറഞ്ഞ വാചകം ഉപയോഗിക്കുന്നില്ല, ടെററൈസ് ചെയ്യുന്നു, CBI, ED അതുപോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ആളുകളെ ടെററൈസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് അവിടെ വെച്ച് തന്നെ ക്ലാരിഫൈ ചെയ്തു, 2-3 പ്രാവശ്യം ക്ലാരിഫൈ ചെയ്തു. അതിന് 24 മണിക്കൂറിനകം, 1 മിനിറ്റ് പോലും വൈകിയിട്ടില്ല, കോൺഗ്രസ് അധ്യക്ഷനും LOPയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ ഖാർഗെജിക്ക് അവർ നോട്ടീസ് അയച്ചു ഇലക്ഷൻ കമ്മീഷൻ. അതിന് സമയം കൊടുത്തതോ ഇന്നലത്തെ ഞങ്ങളുടെ കത്തിൽ പറയും 24 മണിക്കൂറിനകം റിപ്ലൈ ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പാർലമെൻറ്റിലെ വനിതാ സംവരണ ബില്ലെന്ന പേരിൽ കൊണ്ടുവന്ന ഡീലിമിറ്റേഷൻ ബില്ല്, അതിനെ എതിർത്ത് തോൽപ്പിച്ചതിൻ്റെ പിന്നാലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് നടത്തിയിട്ടുള്ള പ്രഭാഷണം, അത് മുഴുവൻ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായിരുന്നു, നഗ്നമായ ലംഘനമായിരുന്നു. എന്നുവെച്ചാൽ ഒഫീഷ്യൽ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതുപോലെ രാഷ്ട്രീയം പ്രസംഗിച്ച ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവില്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. കോൺഗ്രസിൻ്റെ പേര് 50ഓളം തവണ എടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തോടുള്ള അഭിസംബോധന ഉണ്ടായത്. മാത്രമല്ല പാർലമെൻറ്റിലെ വോട്ടെടുപ്പിനെ കുറിച്ചാണ് പരാമർശം മൊത്തം. 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, നഗ്നമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ലംഘനമാണത്. പരാതി കൊടുത്തു പ്രതിപക്ഷ പാർട്ടികൾ, ഒരു നടപടിയുമില്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് ഒരു നോട്ടീസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിട്ട്, എന്ത് പറയാനും, എന്ത് പ്രസംഗിക്കാനും, ഏത് ഏജൻസികളെ ദുരുപയോഗപ്പെടുത്താനും, പെരുമാറ്റച്ചട്ടം ലംഘിക്കാനും പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിട്ട് നൽകുന്ന ഇലക്ഷൻ കമ്മീഷൻ ഒരു നോൺ ഇഷ്യൂവിൻ്റെ പേരിൽ, ഇല്ലാത്ത പ്രശ്നത്തിൻ്റെ പേരിൽ കോൺഗ്രസ് അധ്യക്ഷന് നേരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് BJPയുടെ ഡിപ്പാർട്ട്മെൻറ്റായി മാറുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് മാത്രമേ നടക്കുകയുള്ളൂ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ, അല്ലാതെ വേറെ ആരും പറഞ്ഞാൽ നടക്കില്ല. പ്രധാനമന്ത്രിയുടെ ഈ ചട്ടലംഘനത്തിൽ തുടർ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നീക്കങ്ങൾ? അല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രിവിലേജ് നോട്ടീസ് കൊടുത്തു. അത് ചട്ടലംഘനം മാത്രമല്ല, സത്യത്തിൽ അവകാശ ലംഘനം കൂടിയാണ് സഭയോടുള്ള. സഭയിലെ വോട്ടെടുപ്പിനെ കുറിച്ച് പുറത്ത് പ്രസംഗിക്കുക എന്ന് പറയുന്നത്, അവിടെ വോട്ടെടുപ്പിൽ അംഗങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, പാർലമെൻറ്റ് അംഗങ്ങൾ അവർ വോട്ടെടുപ്പ് നടത്തി. ആ വോട്ടെടുപ്പിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട്, ആ വോട്ടെടുപ്പിൽ പങ്കെടുത്തവരെല്ലാം വളരെ മോശക്കാരാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരായി പ്രിവിലേജ് നോട്ടീസ് സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട്, രേഖാമൂലം നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റു നിയമ നടപടികളും ഞങ്ങൾ ആലോചിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പദവിയിൽ നിന്ന് നീക്കാനുള്ള ഒരു 2ാമത്തെ ശ്രമം പ്രതിപക്ഷം നടത്തുന്നുണ്ടല്ലോ, അത് ഏതുവരെ? ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്ര നഗ്നമായിട്ടുള്ള പാർഷ്യാലിറ്റിയാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയറായി പാർഷ്യലായിട്ട് നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കാണിക്കേണ്ട ഒരു മര്യാദയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അല്ല, ഒപ്പുശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, മോദി എന്തിനാ അക്ഷരം മിണ്ടിയത്? മോദിയുടെ കരിയർ നശിപ്പിക്കാനുള്ള ശക്തി എനിക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. മോദിയുടെ പൊളിറ്റിക്കൽ കരിയർ ഞാൻ വിചാരിച്ചാൽ നശിപ്പിക്കാൻ പറ്റും. മോദി റിയാക്ട് ചെയ്തോ? ട്രംപ് പറയുന്ന ഏതെങ്കിലും കാര്യത്തിന് മോദി റിയാക്ട് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് മോദി ട്രംപിന് മുമ്പാകെ സറണ്ടർ ചെയ്ത് നിൽക്കുകയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ. അതാണല്ലോ ഇൻഡോ US കരാറിലൂടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുഴുവൻ ഹരിച്ചിരിക്കുന്നത്. ഈ കാര്യം കൃത്യമായിട്ട് മോദി സറണ്ടർ ചെയ്തിരിക്കുകയാണ് ട്രംപിന്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് പറഞ്ഞാലും, ഇന്ത്യക്കെതിരെ എന്ത് പറഞ്ഞാലും ഒരു കൂസലുമില്ല. ഇന്ത്യ രാജ്യത്തെ ഇത്രമാത്രം അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? വിദേശ രാജ്യങ്ങൾ ഇത്രമാത്രം അവമതിപ്പോടെ അമേരിക്കയെ പോലുള്ള രാജ്യം നമ്മളെ വിമർശിക്കുന്നത് ഇതുപോലെ മുമ്പുണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെതിരെ നേരിടാൻ കഴിവില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. അല്ല, മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ, എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ്. കേരളത്തിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം തന്നെ. ഇപ്പം ഞങ്ങളുടെ പല ആളുകൾക്കും ആശങ്കയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവിടെയും സുതാര്യത വളരെ കുറവാണ്. ഇപ്പോൾ കോഴിക്കോട് സ്ട്രോങ് റൂമിൻ്റെ പ്രശ്നം, തൊട്ടടുത്തുള്ള റൂം തുറന്നതിനെക്കുറിച്ച് പരാതി കൊടുത്തതിന് കൃത്യമായ മറുപടിയില്ല.
മറ്റു പല സ്ഥലങ്ങളിലും ഇത്ര റിപ്പോർട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വളരെ ശക്തമായ വിജിലൻസ് വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ കോഴിക്കോടത്തെ കാര്യത്തിൽ ഹൈക്കോടതി മുമ്പാകെ പോവുകയാണ്. അപ്പോൾ വളരെ ഗൗരവതരമാണ്. ഈ തെരഞ്ഞെടുപ്പുകളെ തന്നെ സുതാര്യത നഷ്ടപ്പെടുന്ന രീതിയിൽ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അവിടെ നടപടി എടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ആശങ്കയുള്ളവാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.